2.5 മില്ലിമീറ്ററിൻ്റെ ഹുക്കാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇതിനുള്ളിൽ വേണം നമുക്ക് നമ്മുടെ ഡബിൾ ക്രോഷസ് ചെയ്യാൻ. ചെയിൻ 1 2 3 ചെയിൻ. ഇനി ഈ സർക്കിളിനുള്ളിൽ 23 ഡബിൾ ക്രോഷ ചെയ്യണം. 1 2 3 4 5 6 7 20 21 22 23 ഡബിൾ ക്രോഷ ചെയ്തിട്ടുണ്ട്. പ്ലസ് 3 ചെയിനും കൂടെയാണ് ചെയ്തേക്കണം. 1 2 3 തേർഡ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. സ്ലിപ്പ് സ്റ്റിച്ച് നമ്മുടെ ഫസ്റ്റ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് റൗണ്ട് ചെയിൻ 1 2 3 പ്ലസ് 1 2 3 6 ചെയിൻ 7 ചെയിൻ. നെക്സ്റ്റ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച്. നെക്സ്റ്റ് ചെയിൻ സ്ലിപ്പ് സ്റ്റിച്ച്. നെക്സ്റ്റ് ചെയിൻ സ്ലിപ്പ് സ്റ്റിച്ച്. Chain 1 2 3 4 5 6 7. Next chain slip stitch. Next chain slip stitch. Next chain slip stitch. Chain 1 2 3 4 5 6 7. Next chain slip stitch. Next chain slip stitch. Next chain slip stitch. Chain 1 2 3 4 5 6 7. Next chain slip stitch. Next chain slip stitch. Next chain in വീണ്ടും 7 ചെയിൻ. ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ ഇപ്പം നമ്മൾ 1 2 3 4 5 6 7 8 7 ചെയിൻ്റെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നെക്സ്റ്റ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച്. നെക്സ്റ്റ് ഈ ഫസ്റ്റ് ഇതിൽ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. നമ്മുടെ ഈ റൗണ്ട് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് ഈ ഫസ്റ്റ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച്. സെക്കൻഡ് ചെയിനിൽ again slip stitch. ഈ മിഡിൽ നമ്മൾ സിംഗിൾ ക്രോഷ ചെയ്യും. ഇത് റൗണ്ട് 3 ആണ്.
ഇവിടുന്ന് ചെയിൻ 1 2 3 സെയിം സ്പേസിൽ 1 ഡബിൾ ക്രോഷേ, സെയിം സ്പേസ് സെക്കൻഡ് ഡബിൾ ക്രോഷേ, 3 ചെയിൻ പ്ലസ് 2 ഡബിൾ ക്രോഷേ, ചെയിൻ 1 2 3 4 5 6 ചെയിൻ. ഈ 7 ചെയിൻ്റെ ഈ മിഡിലിൽ നമുക്ക് 3 ഡബിൾ ക്രോഷേ ചെയ്യും. 1 2 3 ഡബിൾ ക്രോഷേ, ചെയിൻ 6 4 5 6. നെക്സ്റ്റ് ഈ സ്പേസിൽ 3 ഡബിൾ ക്രോഷേ, 1 2 3. ഇതേപോലെ ഈ റൗണ്ട് ഫുള്ളും ചെയ്തിട്ട് വരാം. ചെയിൻ 1 2 3 4 5 6 ഇതിൽ തേർഡ് ചെയിൻ സ്ലിപ്പ് സ്റ്റിച്ച്. ഈ റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് റൗണ്ട് 4 ചെയിൻ 1 2 3 സെയിം ആ സ്പേസിൽ തന്നെയാണ്. നെക്സ്റ്റ് ചെയിൻ 1 DC, നെക്സ്റ്റ് ചെയിൻ 1 ഡബിൾ ക്രോഷേ, നെക്സ്റ്റ് ചെയിൻ 1 2 3. ഈ മിഡിലിൽ നമുക്ക് 1 DC 1 ചെയിൻ 1 DC ചെയ്യും. 1 DC 1 ചെയിൻ 1 DC. Again chain 1 2 3. നെക്സ്റ്റ് ഈ സ്പേസിൽ ഈ 3 ഡബിൾ ക്രോഷയുടെ ടോപ്പിൽ 3 ഡബിൾ ക്രോഷ തന്നെ ചെയ്യാം. 1 2 3 double crochet. Again chain 3 1 2 3. Next 1 double crochet, chain 1 1 double crochet, chain 1 2 3. Next ഈ സ്പേസിൽ 3 ഡബിൾ ക്രോഷേ തന്നെ ചെയ്യും. ഇതേപോലെ ഈ റൗണ്ട് ഫുള്ളും ചെയ്തിട്ട് വരും. chain 3 1 2 3 third chain slip stitch. Next round chain 3 3. Next chain double crochet, next chain double crochet, chain 3 1 2 3. next ഈ ഡബിൾ ക്രോഷയുടെ ടോപ്പിൽ 1 DC, chain 1. നെക്സ്റ്റ് ഡബിൾ ക്രോഷയുടെ ടോപ്പിൽ 1 ഡബിൾ ക്രോഷേ. ഈ മിഡിലുള്ള ചെയിൻ നമ്മൾ സ്കിപ്പ് ചെയ്തു. ചെയിൻ 3, നെക്സ്റ്റ് സ്കിപ്പ് 3 ചെയിൻ, നെക്സ്റ്റ് 3 DCയുടെ ടോപ്പിൽ നമുക്ക് 3 ഡബിൾ ക്രോഷേ ചെയ്യാം. 1 2 3. chain 3. next 1 double crochet 1 chain 1 double crochet. അതിൽ ഫസ്റ്റ് ഡബിൾ ക്രോഷയുടെ ടോപ്പിൽ 1 DC, chain 1 1 DC, chain 3. ഇതേപോലെ ഈ റൗണ്ട് ഫുള്ളും ചെയ്തിട്ട് വരാം.
നെക്സ്റ്റ് റൗണ്ട്, ഈ റൗണ്ട് ലാസ്റ്റ് തേർഡ് ചെയിനിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. ചെയിൻ 3 നെക്സ്റ്റ് റൗണ്ടാണ്. നെക്സ്റ്റ് ചെയിൻ DC, നെക്സ്റ്റ് ചെയിൻ DC, നെക്സ്റ്റ് ചെയിൻ 1 2 3 4 ചെയിൻ. നെക്സ്റ്റ് സ്പേസിൽ ഡബിൾ ക്രോഷേ, ചെയിൻ 1 2 3 4. നെക്സ്റ്റ് skip 1 chain, next chain DC, chain 4. next skip 3 chain, next ഈ 3 ഡബിൾ ക്രോഷയുടെ മുകളിൽ 3 ഡബിൾ ക്രോഷ. One DC, next chain second DC, next chain third DC, again chain 4. next ഈ സ്പേസിൽ ഡബിൾ ക്രോഷയുടെ മുകളിൽ 1 ഡബിൾ ക്രോഷേ, ചെയിൻ 4. നെക്സ്റ്റ് skip 1 chain, നെക്സ്റ്റ് ചെയിനിൽ DC, chain 4. next 3 ഡബിൾ ക്രോഷയുടെ ടോപ്പിൽ 3 ഡബിൾ ക്രോഷ. ഇതേപോലെ ഈ റൗണ്ട് ഫുള്ളും ചെയ്യാം. നെക്സ്റ്റ് റൗണ്ട് ചെയിൻ 3, next chain double crochet, next chain double crochet, chain 1 2 3. next ഈ സ്പേസിൽ 1 DC. നെക്സ്റ്റ് ഈ 4 ചെയിനുള്ളിൽ 6 ഡബിൾ ക്രോഷ ചെയ്യണം. 1 2 3 4 5 6. നെക്സ്റ്റ് ഈ ചെയിനുള്ളിൽ ഈ ഡബിൾ ക്രോഷയുടെ മുകളിലുള്ള ചെയിനുള്ളിൽ നമുക്ക് 1 ഡബിൾ ക്രോഷ ചെയ്യാം. ടോട്ടൽ 8 ഡബിൾ ക്രോഷയാണ് ചെയ്തേക്കണേ. 1 2 3 4 5 6 7 8. ചെയിൻ 3 1 2 3. നെക്സ്റ്റ് ഈ 3 ഡബിൾ ക്രോഷ 3 ഡബിൾ ക്രോഷ. നെക്സ്റ്റ് സെയിം നേരത്തെ ചെയ്ത കണക്കിന് 3 ഡബിൾ ക്രോഷേ, ഈ ചെയിൻ്റെ ടോപ്പിൽ DC. ടോട്ടൽ 8 ഡബിൾ ക്രോഷേ ചെയ്യണം. ഇതേപോലെ ഈ രണ്ടും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. തേർഡ് ചെയിൻ സ്ലിപ്പ് സ്റ്റിച്ച്. നെക്സ്റ്റ് ചെയിൻ നെക്സ്റ്റ് റൗണ്ട് ചെയിൻ 1 2 3. next chain double crochet, next chain double crochet, chain 1 2 3. next ഈ ഡബിൾ ക്രോഷയുടെ ടോപ്പിൽ 1 DC, chain 1 DC, chain 1 DC, chain 1
DC, chain 1, DC, chain 1, DC, chain 1, DC, chain 1, DC. Chain 1, 2, 3. നെക്സ്റ്റ് ഈ സ്പേസിൽ സെയിം അതേപോലെ തന്നെ 3 ഡബിൾ ക്രോഷ്യ. നെക്സ്റ്റ് റൗണ്ട് chain 1, 2, 3. next chain double crochet, next chain double crochet, chain 3 plus 1, 4 chain ആണ് ഇവിടെ ചെയ്യുന്നത്. ഈ സ്പേസിൽ സിംഗിൾ ക്രോഷ്യ 1 ചെയിൻ്റെ സ്പേസിൽ chain 1, 2, 3. നെക്സ്റ്റ് 1 ചെയിൻ സ്പേസിൽ സിംഗിൾ ക്രോഷ്യ, chain 1, 2, 3, 1 ചെയിൻ സ്പേസ് സിംഗിൾ ക്രോഷ്യ. ഈ ഒരു 1 ചെയിൻ്റെ സ്പേസ് വരെ ചെയ്യണം. single crochet, last 1, 2, 3, 4, 5, 6 3 ചെയിൻ്റെ ആർച്ച് ഉണ്ട് നമ്മുടെ കയ്യിൽ. ചെയിൻ 1, 2, 3, 4 ചെയിൻ. വീണ്ടും ഇവിടെ പഴയ പോലെ തന്നെ 3 ഡബിൾ ക്രോഷ്യ, 1, 2, 3. chain 4. നെക്സ്റ്റ് ഈ 1 ചെയിൻ്റെ സ്പേസിൽ സിംഗിൾ ക്രോഷ്യ. ഇതേപോലെ ഈ റൗണ്ട് ഫുള്ളും ചെയ്യാം. ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. നെക്സ്റ്റ് റൗണ്ട് ചെയിൻ 3, നെക്സ്റ്റ് ചെയിനിൽ ഡബിൾ ക്രോഷ്യ, നെക്സ്റ്റ് ചെയിൻ ഡബിൾ ക്രോഷ്യ, chain 1, 2, 3, 4. നെക്സ്റ്റ് ഈ സ്പേസിൽ ഈ 3 ചെയിൻ സ്പേസിൽ നമ്മൾ സിംഗിൾ ക്രോഷ്യ, chain 3. നെക്സ്റ്റ് 3 ചെയിൻ സ്പേസിൽ സിംഗിൾ ക്രോഷ്യ. ഇത് ഈ ഒരു സ്പേസ് വരെ ചെയ്യണം. chain 4. ഈ ഒരു സ്പേസ് വരെ നമ്മൾ സിംഗിൾ 3 ചെയിൻ ചെയ്ത് സിംഗിൾ ക്രോഷ് ചെയ്ത് chain 4. നെക്സ്റ്റ് ഈ സ്പേസിൽ DC, നെക്സ്റ്റ് ചെയിൻ സെക്കൻഡ് DC, നെക്സ്റ്റ് ചെയിൻ തേർഡ് DC. ഇതേപോലെ ഈ റൗണ്ട് ഫുള്ളും ചെയ്യാം. നെക്സ്റ്റ് റൗണ്ട്
ചെയിൻ 3, 1 2 3, ഡബിൾ ക്രോഷേ, സെക്കൻഡ് ഡബിൾ ക്രോഷേ. ഇവിടെ 2 ഡബിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. ഇത് റൗണ്ട് 11 ആണ്. ചെയിൻ 4, 3 ചെയിൻ സ്പേസിൽ സിംഗിൾ ക്രോഷേ. നെക്സ്റ്റ് ഈ സ്പേസ് വരെ 3 ചെയിൻ, സിംഗിൾ ക്രോഷേ, തേർഡ് ചെയിനിൽ 3 ചെയിൻ, സിംഗിൾ ക്രോഷേ, 3 ചെയിൻ, സിംഗിൾ ക്രോഷേ, 3 ചെയിൻ, സിംഗിൾ ക്രോഷേ. നെക്സ്റ്റ് ഈ സ്പേസിൽ നമ്മൾ 4 ചെയിൻ, 4. നെക്സ്റ്റ് ഈ 3 ചെയിനിൻ്റെ ടോപ്പിൽ, അതായത് 3 ഡബിൾ ക്രോഷയുടെ ടോപ്പിൽ നമ്മൾ 3 ഡബിൾ ക്രോഷ ചെയ്യും. 1, സെക്കൻഡ് ഡബിൾ ക്രോഷേ, തേർഡ് ഡബിൾ ക്രോഷേ. ചെയിൻ 4, 1 2 3 4. നെക്സ്റ്റ് 3 ചെയിൻ സ്പേസിൽ സിംഗിൾ ക്രോഷേ. ഇതേപോലെ ഈ റൗണ്ട് ഫുള്ളും ചെയ്തിട്ട് വരാം. നെക്സ്റ്റ് റൗണ്ട് ചെയിൻ 1 2 3. നെക്സ്റ്റ് ചെയിൻ ഡബിൾ ക്രോഷേ, നെക്സ്റ്റ് ചെയിൻ ഡബിൾ ക്രോഷേ. ചെയിൻ 1 2 3 4 5. നെക്സ്റ്റ് ഈ സ്പേസിൽ സിംഗിൾ ക്രോഷേ, ചെയിൻ 3, സിംഗിൾ ക്രോഷേ, ചെയിൻ 3, സിംഗിൾ ക്രോഷേ, ചെയിൻ 3, സിംഗിൾ ക്രോഷേ. ചെയിൻ 5, 1 2 3 4 5. നെക്സ്റ്റ് ഈ ഡബിൾ ക്രോഷയുടെ ടോപ്പിൽ 1 DC, നെക്സ്റ്റ് ഡബിൾ ക്രോഷയിൽ സെക്കൻഡ് DC, നെക്സ്റ്റിൽ തേർഡ്. അഗൈൻ ചെയിൻ 5. ഇതേപോലെ ഈ റൗണ്ട് ഫുള്ളും ചെയ്തിട്ട് വരാം. നെക്സ്റ്റ് റൗണ്ട് ചെയിൻ 1 2 3. നെക്സ്റ്റ് ചെയിൻ ഡബിൾ ക്രോഷേ, നെക്സ്റ്റ് ചെയിൻ ഡബിൾ ക്രോഷേ. ചെയിൻ 1 2 3. നെക്സ്റ്റ് ഈ സ്പേസിൽ 3 ഡബിൾ ക്രോഷേ ചെയിനിൽ 1 2 3. ഈ 5 ചെയിൻ്റെ സ്പേസിലാണ് 3 ഡബിൾ ക്രോഷേ ചെയ്തേക്കുന്നത്. ചെയിൻ 1 2 3 4. ഈ സ്പേസിൽ സിംഗിൾ ക്രോഷേ. ചെയിൻ 1 2 3. നെക്സ്റ്റ് 3 ചെയിൻ സ്പേസിൽ സിംഗിൾ ക്രോഷേ. ചെയിൻ 1 2 3. നെക്സ്റ്റ് ഈ സ്പേസിൽ സിംഗിൾ ക്രോഷേ. ചെയിൻ 4 1 1 2 3 4. 4 ചെയിൻ ഈ സ്പേസിൽ 3 ഡബിൾ ക്രോഷേ. 1 2 3. ചെയിൻ 3 1 2 3. നെക്സ്റ്റ് ഈ സ്പേസിൽ പഴയതുപോലെ തന്നെ 1 ഡബിൾ ക്രോഷേ, സെക്കൻഡ് ഡബിൾ ക്രോഷേ, തേർഡ് ഡബിൾ ക്രോഷേ. നെക്സ്റ്റിൽ വീണ്ടും ചെയിൻ 3 ആണ് ചെയ്യേണ്ടത്.